ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ അമാഷൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. നിഫ്റ്റിയും സെൻസസും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് പുതിയ റെക്കോർഡ് ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. S&P 500ഉം റസൽ 2000ഉം ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നാസ്ഡാക്ക് പക്ഷേ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. പൊതുവേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട് ടെസ്ല, അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോക്കുകളിലൊക്കെ. അതേസമയം മൈക്രോസോഫ്റ്റ്, ഒറാക്കിൾ, മെറ്റ പ്ലാറ്റ്ഫോമൊക്കെ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അമേരിക്കയിൽ ഇന്ന് US ഫെഡിൻ്റെ 2 ദിവസത്തെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. നാളെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള ഡിസിഷൻ വരാൻ പോകുന്നത്. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന 0.5% നിരക്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഇന്നലെ നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരുന്നു. $2617.35 പെർ ഔൺസ് ആണ് ഡിസംബർ ഫ്യൂച്ചേഴ്സ് ഹിറ്റ് ചെയ്ത റെക്കോർഡ് ഹൈ. അതോടൊപ്പം തന്നെ സ്പോട്ട് ഗോൾഡ് നോക്കുകയാണെങ്കിൽ $2590.10 പെർ ഔൺസ് ആണ് ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. ഇന്ന് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $2607 പെർ ഔൺസിനാണ് ഡിസംബർ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ കമോഡിറ്റികളും ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നതും ബെറ്റർ ആയിട്ട് തന്നെയായിരുന്നു. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഗവൺമെൻറ് ധാരാളം റിഫോം മെഷേഴ്സ് അനൗൺസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ, അഗ്രി റിലേറ്റഡ്, അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാവുമെന്ന് പറയുന്നു. ഒപ്പം ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷത്തിൽ അനൗൺസ് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ഒരു സ്കീമായിട്ട് എനിക്ക് തോന്നുന്നു NPS വാത്സല്യാണ്. കൊച്ചുകുട്ടികൾക്കുള്ള നാഷണൽ പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സ്കീമാണ്. 18 വയസ്സ് വരെ പാരൻസിന് കുട്ടികളുടെ പേരിൽ NPSൽ ചേരാം. 18 വയസ്സായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു മേജർ അക്കൗണ്ടായിട്ട് മാറും. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. ഇതുവരെ ഈ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ള സ്കീമുകളിൽ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു സ്കീമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കീമിന് നല്ല രീതിയിലുള്ള സബ്സ്ക്രിപ്ഷൻ ലഭിക്കും. ഇതും പൊതുവേ സ്റ്റോക്ക് മാർക്കറ്റിനാണ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഇതിലെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വരാൻ പോകുന്ന സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് ഒരു മേജർ പോർഷൻ. അതോടൊപ്പം തന്നെ ധാരാളം റിഫോം മെഷേഴ്സ് ഷിപ്പ് ബിൽഡിംഗ് റിലേറ്റഡ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ഒക്കെ ഗവൺമെൻറ് അനൗൺസ് ചെയ്തേക്കാം. അതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ടോറൻ പവർ ഗുജറാത്ത് ഗവൺമെൻറ്റായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. 5 ഗിഗാവാട്ട് സോളാർ, അതുപോലെ തന്നെ വിൻഡ്, ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ വിൻഡും സോളാറും തമ്മിലുള്ള ഹൈബ്രിഡ് പവർ ജനറേഷന് വേണ്ടിയാണ്. ദ്വാരക ഡിസ്ട്രിക്ട് ഗുജറാത്തിലാണ്. ടോറൻറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ടോറൻ പവറിനെ സംബന്ധിച്ച് കാർബോറൻ്റെ യൂണിവേഴ്സിറ്റി ഒരു അമേരിക്കൻ കമ്പനിയെ അക്വയർ ചെയ്തിട്ടുണ്ട്. എക്സലൻ്റ് അക്വിസിഷനാണ്. ഇത് ലോങ് റണ്ണിൽ കാർബോറൻ്റെ യൂണിവേഴ്സിറ്റിന് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകും. തീർച്ചയായിട്ടും മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുന്ന സമയത്തിൽ കാർബോറൻ്റെ യൂണിവേഴ്സിറ്റി ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്നതെന്നായിരിക്കും. റിലയൻസ് ഇൻഫ്ര നമ്മുടെ സ്ട്രോങ് പിക്ക്, റിസ്ക് ടേക്കിംഗ് ഇൻവെസ്റ്റേഴ്സിനുള്ള സ്ട്രോങ് പിക്കാണ് റിലയൻസ് ഇൻഫ്ര. ബോർഡ് മീറ്റിംഗ് സെപ്റ്റംബർ 19 വരെയാണ്. പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് വരെയാണ്. ഒപ്പം ഇലക്ട്രിക് വെഹിക്കിൾ രംഗത്തേക്കുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പവറിന് 500 മെഗാവാട്ട് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് പവറിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഈ 2 സ്റ്റോക്കുകളും ലോങ് റണ്ണിൽ നല്ല രീതിയിൽ റിട്ടേൺ കിട്ടാൻ ചാൻസസ് ഉള്ള സ്റ്റോക്കുകളാണ്. റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് 2 സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പോളി മെഡിക്യൂർ കാപ്പക്സ് ഇൻക്രീസ് ചെയ്യുകയാണ്. QIP പ്ലാൻ ചെയ്യുന്നുണ്ട് 1000 കോടി രൂപ വരെ. അതോടൊപ്പം തന്നെ ട്രെൻഡ് സെൻസെക്സിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ് പറയുന്നത്. ബജാജ് ഫിൻസർവിനെ റീപ്ലേസ് ചെയ്തത് ഒക്ടോബർ 31 ആണ് റിവ്യൂ പീരീഡ്. അനൗൺസ്മെൻറ്റ് നവംബറിൽ ഉണ്ടാവുമെന്ന് പറയുന്നു. ട്രെൻഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. LICയുടെ നെക്സ്റ്റ് ജനറേഷൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഇൻഫോസിസ് ആണ്. ഇൻഫോസിനെ LICനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. M&M വീരോ എന്ന് പറയുന്ന സ്മോൾ കമേഴ്ഷ്യൽ വെഹിക്കിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് സോഴ്സ് മൈക്രോസോഫ്റ്റ്, അസ്വർ, OpenAI ആയിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയാണ്. ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ റിന്യൂവബിൾ എനർജി രംഗത്ത് വലിയ രീതിയിലുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ കമ്പനികളൊക്കെ നടത്തിയിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇതിൽ നമ്മൾ ടോപ്പായിട്ടുള്ളൊരു പോസിറ്റീവ് സൈഡ് കാണുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഫണ്ടിങ്ങിനായിട്ട് കമ്മിറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള IRED ആണ്. റീസെൻ്റ്ലി ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പോൾ
ലോങ് റണ്ണിൽ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് IREDA. അപ്പോൾ ഈ രംഗത്തുള്ള NBFCകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് IREDA. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങി സൂക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. ഇതൊക്കെയാണ് ഇന്ന് മാർക്കറ്റിലുള്ള ന്യൂസ് ഫ്ലോസ്. പൊതുവേ മാർക്കറ്റിൽ ഹയർ ലെവലിൽ വരുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കണ്ടേക്കാം. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുന്ന പുതിയ 3 ലിസ്റ്റിംഗ് ഉണ്ട്. PN ഗാഡ്ഗിൻ ജുവല്ലേഴ്സ് ഉണ്ട്. ഇഷ്യൂ പ്രൈസിനേക്കാൾ ഒരു 300 രൂപ മേലെ ലിസ്റ്റ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അതുപോലെ തന്നെ SME സെഗ്മെൻറ്റിൽ 2 സ്റ്റോക്ക് കമ്പനികളിൽ നിന്ന് ലിസ്റ്റിംഗ് വരുന്നുണ്ട്. പൊതുവേ ഉള്ള ന്യൂ ലിസ്റ്റിങ്ങുകളെല്ലാം നല്ല ലിസ്റ്റിംഗ് ഗെയിനായിട്ടാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അതിൻ്റെ ഫണ്ടമെൻ്റൽസും അതുപോലെ തന്നെ മറ്റു പാരാമീറ്റേഴ്സും നോക്കിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അറ്റ് എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്ന നല്ലൊരു ഡിസിഷൻ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ബസ്മതി എക്സ്പോർട്ടിൻ്റെ മിനിമം എക്സ്പോർട്ട് പ്രൈസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. LT ഫുഡ്സ് അതുപോലെ തന്നെ KRBLനെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ആണ്. നമ്മുടെ തന്നെ റെക്കമെൻഡഡ് സ്റ്റോക്കുകളാണ്. നല്ല രീതിയിൽ തന്നെ മുന്നേറിയിട്ടുണ്ട്. വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.